എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരും, നമുക്ക് ഇതേ രീതിയിൽ ഈ വട്ടയപ്പം ഒന്ന് ഉണ്ടാക്കി കഴിക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാവേ. അപ്പം ഞാൻ ഒരു തേങ്ങ പൊട്ടിച്ചതിൻ്റെ തേങ്ങാവെള്ളമാണ് ഞാൻ പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിലേക്കൊരു 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് പൊങ്ങാനായിട്ട് വെച്ച് കൊടുക്കാവേ. അതിനുശേഷം നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മളിത് അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പത്തിൻ്റെ അരിപ്പൊടി ആണെങ്കിൽ അതെടുക്കണം. വറുത്ത അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് 250 ml കപ്പാണെങ്കിൽ അതിന് 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചത് ഇതേപോലെയൊന്ന് കുറുക്കിയെടുക്കണം. നമുക്ക് കപ്പി കാച്ചിയെടുക്കാം. അപ്പം കൈവിടാതെ ഇളക്കി ഇതേ രീതിയിലാണ് നമ്മളിപ്പം ഇതൊന്ന് കുറുക്കിയെടുക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഞാനിനി ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് നിറച്ച് വറുത്ത അരിപ്പൊടിയാണ്. 250 ml കപ്പ് നിറച്ചുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാവെള്ളത്തിൽ മിക്സ് ചെയ്തിരിക്കുന്ന ഈസ്റ്റ് കുറച്ച് ഒഴിച്ചു കൊടുക്കാവേ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 3 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അത് പൊളിച്ച് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം കുറച്ച് മതിയെങ്കിൽ ഒരു 1/4 കപ്പിൽ കുറച്ചും കൂടി എടുത്താൽ മതി. അല്ലെങ്കിൽ നന്നായിട്ട് മധുരം വേണമെങ്കിൽ നമ്മുടെ ഈ 1/2 കപ്പ് പഞ്ചസാര തന്നെ എടുക്കണം. അപ്പോൾ അതേണ്ട ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 2 കൈപ്പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കപ്പി കാച്ചി വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം കപ്പി കാച്ചിയതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് അരയേണ്ട ഒരു ചെറിയൊരു തരിതരിപ്പോടെ തേങ്ങ കിട്ടണം. അങ്ങനെയാണ് എടുക്കുന്നതാണ് നല്ലത്. അപ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്ക് ഈ വട്ടയപ്പം തിന്നുമ്പോഴേ. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട, ചെറിയൊരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കണം. അപ്പോൾ അതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് വെക്കാം. ഇവിടെ ഇത് 1 മണിക്കൂർ കൊണ്ട് പൊങ്ങി കിട്ടുവേ. ഓരോ സ്ഥലത്തെയും ചൂടിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മുടെ മാവ് പൊങ്ങി വരാനുള്ള സമയമേ. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് പൊങ്ങി വരുമ്പോൾ നോക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് തവി ഉപയോഗിച്ചൊന്ന് മാറ്റി നോക്കാം. നല്ല പതയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പച്ചമ്പിനകത്ത് ആവിക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പും പഞ്ചസാര എല്ലാം കറക്റ്റാക്കി ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇനിയിപ്പം നമുക്കൊന്നും ചേർക്കാനില്ല. നമ്മളിതൊരു കേക്ക് ടിന്നിനകത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരെണ്ണത്തിൻ്റെ അളവാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നിനകത്ത് ഞാൻ എണ്ണയൊക്കെ പുരട്ടി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മാവ് ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ നമ്മൾ കോരി ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതേ രീതിയിൽ നമുക്ക് ഒറ്റ ഒരെണ്ണം ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് മതി നമുക്കിവിടെ 3 പേരല്ലേ ഉള്ളൂ, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 2-3 ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ക്യാഷ്നട്ട് ഇട്ടത് ഫ്ലോപ്പായിപ്പോയി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആവിക്ക് വെച്ച് വന്നപ്പോഴത്തേന് ക്യാഷ്നട്ട് എല്ലാം അകത്തോട്ട് പോയി. അത് വേറെ കാര്യം. പിന്നെ അതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റീമർ അടുപ്പത്ത് വെച്ച് ആവി വരുന്നപ്പോഴത്തേന് നമ്മുടെ വട്ടയപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് പകുതി വേവായപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ വട്ടയപ്പം വെന്ത് സെറ്റായി വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. ഏലക്കാടിയൊക്കെ നല്ലൊരു മണമാണ്. നമ്മുടെ കോട്ടയത്തോട്ടൊക്കെ സാധാരണയായിട്ട് ഈസ്റ്റിന് വരെ കള്ളാണ് ചേർക്കുന്നത്. നല്ല ചെത്തുകൾ വാങ്ങിച്ചിട്ട് അതാണ് ചേർക്കുന്നത്. നല്ല മധുരക്കള്ള് ചേർത്താണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ അടിപൊളി ടേസ്റ്റ് മണമാണ്. അപ്പോൾ അത്രത്തോളം ഈസ്റ്റ് ഇട്ടും തേങ്ങാവെള്ളം ഇട്ടും ഉണ്ടാക്കിയാലും കിട്ടത്തില്ല. എന്തായാലും അതൊരു അടിപൊളി രുചി തന്നെയാണ്. ആ രുചി നമുക്ക് എത്രയൊക്കെയാണെങ്കിലും ഈസ്റ്റ് ഇട്ടുണ്ടാക്കി കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വട്ടയപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഈ അളവിൽ ഇതേ രീതിയിൽ ഒരെണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കനം കുറച്ചാണെങ്കിൽ ഒരു 2 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഞാൻ ഇതേ രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ വട്ടയപ്പം മുറിക്കുവാണ്. നല്ല അടിപൊളി വട്ടയപ്പമാണ്. തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വേണ്ട നമ്മുടെ അടിപൊളി വട്ടയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ അതിനകത്തോട്ട് ക്യാഷ്നട്ട് പോയതുകൊണ്ട് ഇടയ്ക്ക് മുറിക്കുമ്പോൾ നമുക്ക് ക്യാഷ്നട്ട് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റും നല്ല മയവുമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. തേങ്ങാപ്പാലും തേങ്ങയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റുമാണേ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.